പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ആഹ്, ജീവന്റെ പുസ്തകം, അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് ലൈഫ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ദ ബുക്ക് ഓഫ് ലൈഫ് എന്നുള്ള പദം ന്യൂ ടെസ്റ്റ്മെന്റിൽ, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്, ജീവന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ലൈഫ് എന്ന്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വിശ്വാസികളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിലീവേഴ്സിന്റെ പേര് ബുക്ക് ഓഫ് ലൈഫിൽ എഴുതിയിട്ടുണ്ട്. അത് പാപങ്ങൾ വന്നാൽ ദൈവം ഒരു സമയത്ത് അത് മായ്ച്ചു കളയും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മായ്ച്ചു കളഞ്ഞാൽ വീണ്ടും അനുതാപിച്ചാൽ വീണ്ടും പേര് തിരിച്ച് എഴുതും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ. നമുക്കിന്ന് അതൊന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. ആർ ദ നെയിംസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്? അപ്പൊ ബുക്ക് ഓഫ് ലൈഫ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു 7 മെയിൻ പോയിന്റ്സ് നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് ലൈഫ്? ഹൂ റോട്ട് ഇറ്റ്? വേർ ഈസ് ദ ബുക്ക് ഓഫ് ലൈഫ് ലൊക്കേറ്റഡ്? Whose names are in the book of life? When are the names written in the book of life? How Paul differentiates between those whose names are in the book of life and those who are in the body of Christ. Are the names of the believers during dispensation of grace written in the book of life? Will God blot out your name from the book of life? ജീവന്റെ പുസ്തകം എന്താണ്? ആരെഴുതിയതാണ്? ഇതെവിടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? ഇതെവിടാണ്? ഇതിന്റെ സ്ഥാനം എവിടാണ്? ആരുടെ പേരുകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? എപ്പോഴാണ് എഴുതിയിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് പേര് മായ്ച്ചു കളയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പലയിടങ്ങളിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെയും ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിലീവേഴ്സിനെയും വ്യത്യസ്തമായിട്ട് അനുസംബോധിച്ചിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ തന്നെ ഈ കൃപായുഗത്തിൽ രക്ഷയിലേക്ക് കടന്നു വരുന്ന ദൈവമക്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? നമ്മളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുമോ എന്നുള്ള ഈ വിഷയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട്, വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് ലൈഫ്? ഹൂ റോട്ട് ഇറ്റ്? ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ, is the name of the Israel's is a record of names of Israel's kingdom saints who are residents of the city of God, New Jerusalem. The names of the kingdom saints who form the bride of the Lamb, Jesus Christ, are written in the Lamb's book of life. ഇത് ഒരു റെക്കോർഡാണ്, ഒരു രജിസ്ട്രി പോലെ. പുതിയ യെരൂശലേം, അതിലെ നിവാസികളുടെ ഒരു റെക്കോർഡാണ് ജീവന്റെ പുസ്തകം. കുഞ്ഞാടിന്റെ മണവാട്ടി സഭ, അതായത് ഇസ്രായേൽ കുഞ്ഞാടിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളുടെ പേരാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 9, 10 അതിന്റെ 27 3 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പോൾ
ജീവന്റെ പുസ്തകം എന്താണ്? റോൾ ബുക്കാണ്, ഒരു രജിസ്ട്രിയാണ്. കുഞ്ഞാടിന്റെ കാന്തയാകുന്ന ഈ പുതിയ യെരുശലേം, ആ മനോഹരമായ നഗരം സ്വർഗത്തിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഭൂമിയിൽ വരും, ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇറങ്ങി വരുന്നതായിട്ട് യോഹന്നാനെ കാണിക്കുകയാണ്. അതിലെ നിവാസികളുടെ എല്ലാവരുടെയും പേര് ഈ ജീവന്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ പേരില്ലാത്തവരാരും അതിനകത്ത് കടക്കുക ഇല്ല. വെളിപ്പാട് പുസ്തകം 13-8 വാക്യം നമുക്കൊന്ന് വായിക്കാം. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. Praise the Lord. അപ്പോൾ ഇത് ആരുടെയാണ് ഈ പുസ്തകം? ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെയാണ് ഈ പുസ്തകം. ഹൂ റോട്ട് ഇറ്റ്? ഇത് ആരാണ് എഴുതിയത്? പുറപ്പാട് 32-32 വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. Praise the Lord. ഇത് ദൈവം എഴുതിയ ദൈവത്തിന്റെ പുസ്തകമാണ്, ഇല്ലേ? അപ്പോൾ ഇത് ദൈവം എഴുതിയതാണ്, ദൈവത്തിന്റെ പുസ്തകമാണ്. ഇതിൽ പുതിയ യെരുശലേമിലെ നിവാസികളുടെ നാമങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിട്ടില്ലാത്ത ആർക്കും ആ പുതിയ യെരുശലേമിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ചോദ്യം, വേർ ഈസ് ദ ബുക്ക് ഓഫ് ലൈഫ് ലൊക്കേറ്റഡ്? ഈ പുസ്തകം എവിടാണ് ഇതിന്റെ സ്ഥാനം? നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12 22-24 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കിലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ 23 വാക്യം നോക്കണേ. ടു ദ ജനറൽ അസംബ്ലി ആൻഡ് ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ വിച്ച് ആർ റിട്ടൺ ഇൻ ഹെവൻ. അപ്പോൾ എവിടാണ് ഈ ജീവന്റെ പുസ്തകം സ്ഥിരീകരിച്ചിരിക്കുന്നത്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഇത് ഏതിനോടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? സിയോൻ, the city of the living God, the heavenly യെരുശലേം, സ്വർഗീയ യെരുശലേമിലാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടാണ് ഇത് അതിന്റെ സ്ഥാനം. എന്നിട്ട് ദ ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ എന്ന് നമ്മൾ ഈ തിരുവചനത്തിൽ വായിക്കുമ്പോൾ പുറപ്പാട് 4:22 എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ. ഇസ്രായേലിനെ, അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇസ്രായേലിനെ അന്യജാതികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ജാതിയായിരിക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി വിശുദ്ധ പുരോഹിത വംശം ആയിരിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച ആദ്യ ജാതനാണ് ഇസ്രായേൽ. പുറപ്പാട് പുസ്തകം 4:22-23 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദിജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക. കണ്ടോ? അപ്പോൾ ഈ ജീവന്റെ പുസ്തകം ആരോടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? ഇസ്രായേലിനോട് റിലേറ്റഡ് ആയിരിക്കുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതന്മാരുടെ കൂട്ടായ്മ, സഭ, ദ ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ, അവരുടെ പേരാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് സ്വർഗത്തിൽ ആണ് ഇതിന്റെ സ്ഥാനം, പുതിയ യെരുശലേമിലാണ് ഇതിന്റെ സ്ഥാനം. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 10:17-20 വരെയുള്ള വാക്യം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു.
കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. Praise the Lord. അപ്പൊ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോ പുതിയ യെരുശലേമിലാണ്, സ്വർഗത്തിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത്. അവിടാണ് ഇത് ദൈവം കാത്തു സൂക്ഷിക്കുന്നത്. ഇത് 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭ സമയത്ത് ഈ പുതിയ യെരുശലേം അണിഞ്ഞൊരുങ്ങിയ ഒരു മണവാട്ടിയെ പോലെ ഈ ഭൂമിയിൽ ഇറങ്ങി വരും. നമുക്ക് മുൻപോട്ട് പോകാം. ഹൂസ് നെയിംസ് ആർ റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്? ആരുടെ പേരാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? നോക്കണേ, മോശയ്ക്ക് വരെ ഇതിൻ്റെ കാര്യം അറിയാമായിരുന്നു. പുറപ്പാട് 32-32 വാക്യം മുതൽ 33 വരെ മുമ്പേ നമ്മൾ വായിച്ച് കേട്ടതാണ്. മോശ പറയുക, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീ മായ്ച്ചു കളയുക. 69-ാമത്തെ സങ്കീർത്തനം 21-28 വരെയുള്ള വാക്യം ഒരു മെസ്സിയാനിക് സാമ. ദാവീദാണ് ഇത് എഴുതിയത്. ദാവീദ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടകാലത്തെക്കുറിച്ച് പ്രവചിച്ച് പറയുകയാണ്, ക്രൂശീകരണത്തെക്കുറിച്ച്. നമുക്ക് ഒന്ന് വായിച്ചു നിന്ന് നമുക്കൊന്ന് കേൾക്കാം. 21-28 വരെയുള്ള വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒരു പ്രവചന സങ്കീർത്തനമാണ്. സങ്കീർത്തനം 69-ാമത്തെ സങ്കീർത്തനങ്ങൾ. അപ്പോൾ തന്നെ നമ്മളിവിടെ കാണേണ്ടത്, ദാവീദ് പറയുക, പാപം ചെയ്ത് അകലുന്നവരെ അവരുടെ നാമം നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേയാണ്. അപ്പോഴെപ്പോഴാണ് ഈ പുസ്തകത്തിൽ നിന്ന്, ദൈവം എഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് പേരുകൾ മായ്ച്ചു കളയുന്നത്? ഇവര് ഒരു അൺഫോർഗിവബിൾ സിൻ, അൺപാർഡനബിൾ സിൻ ചെയ്താൽ, ഇസ്രായേൽ മക്കൾ ചെയ്താൽ, അതായത് അവിശ്വാസം, പിന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് തെറ്റിപ്പോയാൽ അവരുടെ നാമം മായ്ച്ചു കളയുന്നതായിരിക്കും. വരുവാനുള്ള കാലഘട്ടത്തിൽ, അതായത് റാപ്ചറിന് ശേഷം, സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അവർ അവിശ്വാസവും, അപ്പോൾ തന്നെ അഥവാ വിശ്വാസികൾ, ദ കിങ്ഡം സെയിൻസ്, അവര് പിന്മാറി 666 മുദ്ര എടുത്താൽ, സാത്താന്റെ മുദ്ര എടുത്താൽ, അവരുടെ നാമവും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നതായിരിക്കും. നമുക്ക് മുൻപോട്ട് പോകാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഇത് വളരെ ക്ലിയർ ആയൊരു വാക്യമാണ്. മീഖായേലിന് ഈ ജീവന്റെ പുസ്തകത്തെ കുറിച്ച് അറിയാം. അതിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നതെന്നും അറിയാം. മീഖായേൽ ദാനിയേലിനോട് പറയുക, നിന്റെ ജനം, അല്ലെ? മൈക്കിൾ പറയുകയാണ്, ബട്ട് അറ്റ് ദാറ്റ് ടൈം യുവർ പീപ്പിൾ
Everyone whose name is found written in the book will be delivered. ആരാ? ഇസ്രായേൽ, യഹൂദൻ. ഇത് ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇത് മഹോപദ്രകാലത്തിന്റെ ആരംഭം, അതായത് സെക്കൻഡ് ഹാഫ്, 7 വർഷത്തെ മഹോപദ്രകാലം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആ കഠിനമായ സമയം. ആ സമയത്ത് മീഖായേൽ എഴുന്നേൽക്കും. ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്ന മീഖായേൽ എഴുന്നേൽക്കും. അന്ന് പറയുകയാണ്, ബട്ട് അറ്റ് ദാറ്റ് ടൈം യുവർ പീപ്പിൾ, എവ്രി വൺ ഹൂസ് നെയിം ഇസ് ഫൗണ്ട് റിട്ടൺ ഇൻ ദ ബുക്ക് വിൽ ബി ഡെലിവേർഡ്. മനസ്സിലാകുന്നുണ്ട്? വളരെ ക്ലിയർ ആയിട്ട് ഇല്ലേ? ജീവന്റെ പുസ്തകത്തിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? യഹൂദരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ മുമ്പ് വായിച്ചതാ 10-ാം അധ്യായം 11, 19, 20 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ അയക്കുകയാണ്, 70 ശിഷ്യന്മാരെ അയക്കുകയാണ്, കർത്താവിന്റെ ശിഷ്യന്മാര്. ഇവരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇസ്രായേലിന്റെ അല്ലാതെ മറ്റ് അന്യജാതികളുടെ വീട്ടിൽ നിങ്ങൾ കയറരുത്, സമര്യ പട്ടണത്തിൽ നിങ്ങൾ കടക്കരുത്. സമര്യാക്കാര് ഹാഫ് ജൂസ് ആണ്, അവരുടെ അടുക്കെ പോലും പോകല്ല എന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ അവർ മടങ്ങി വന്നൊരു റിപ്പോർട്ട് തരിക, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, എല്ലാം നടക്കുന്നു. കർത്താവ് അവരോട് പറയും, നിങ്ങൾ അതിലല്ല സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്. അവിടെ ജൂയിഷിനോടാ പറയുന്നത്, ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് ജീവന്റെ പുസ്തകത്തിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? The Old Testament saints and the Little Flock Church. Their names are written in the book of life. പഴയ നിയമ വിശുദ്ധന്മാരുടേതും കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ച ചെറിയ കൂട്ടം, ചെറിയ ആട്ടുംകൂട്ടം സഭയുടെയും അംഗങ്ങളുടെ പേരാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് മുമ്പേ നമ്മൾ വായിച്ച വാക്യമാണ് വെളിപ്പാട് പുസ്തകം 21:9, 10. അതിൻ്റെ 27-ാമത്തെ നമ്മൾ വാക്യം വായിച്ച് നമ്മൾ കേട്ടതാണ്, പുതിയ യെരുശലേമിലെ നിവാസികൾ അവരുടെ എല്ലാവരുടെയും പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ പേരില്ലാത്തവരാരും അതിനകത്ത് കയറുകയില്ല. അപ്പോൾ ജീവന്റെ പുസ്തകം പ്രവചന പദ്ധതിയുടെ ഭാഗമാണ്. മോശക്കറിയാമായിരുന്നു, ദാവീദിനറിയാമായിരുന്നു, ദാനിയേലിനറിയാമായിരുന്നു, ദൂതന്മാർക്കറിയാമായിരുന്നു, യേശുക്രിസ്തുവിനറിയാം. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു. പൗലോസിനറിയാമായിരുന്നു. അങ്ങനെ അനേക ദൈവമക്കൾക്ക് ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായിരുന്നു. അതേസമയം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ലോകാരംഭം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നൊരു മർമ്മമായിരുന്നു. അത് എപ്പോഴാണ് കർത്താവ് വെളിപ്പെടുത്തിയത്? പൗലോസ് അപ്പോസ്തലന കർത്താവ് ആദ്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന സഭ മുമ്പ് ഒരു തലമുറയിലും ആർക്കും വെളിവായി വന്നിട്ടില്ലാത്തൊരു രഹസ്യമായിരുന്നു, അല്ലേ? നമുക്ക് 4-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. വെൻ ആർ ദ നെയിംസ് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്? വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ലോകസ്ഥാപനം മുതൽ ദൈവത്തിന്റെ 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പദ്ധതികളുണ്ട്. ഒന്ന്, ഈ ഭൂമിയുടെ ശുദ്ധീകരണം, ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദ കിങ്ഡം പ്രോഗ്രാം, രാജ്യത്തിന്റെ പരിപാടി. അതായത് സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആയിത്തീരുന്ന, അതിനുവേണ്ടി ദൈവം ഇസ്രായേലിനെ ഉപയോഗിക്കുന്നു. 2-ാമത്തെ പദ്ധതി സ്വർഗീയ മണ്ഡലത്തിന്റെ ശുദ്ധീകരണം. യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗമണ്ഡലങ്ങളും മലിനമായിരിക്കുന്നു. അപ്പൊ സ്വർഗമണ്ഡലത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളെയാണ്. അതാണ് നിഗൂഢ പദ്ധതി. അതിനെക്കുറിച്ച്
നമുക്ക് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 25-26 വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ലോകാരംഭം മുതലേ ദൈവത്തിൻ്റെ 2 പദ്ധതികളാണ് ദ കിങ്ഡം പ്രോഗ്രാം ആൻഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് പ്രോഗ്രാം, ദ ഹെവൻലി പ്രോഗ്രാം. ഒരെണ്ണം ലോകാരംഭം മുതലേ ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ ഘോഷിച്ച് വന്നു. മറ്റേത് നിഗൂഢ പദ്ധതി, അത് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ എന്നിട്ടാണ് ഈ പേരുകൾ എഴുതിയത്? ലോകാരംഭം മുതലേ എഴുതിയ പുസ്തകമാണ് യഹൂദന്മാരുടെ. അപ്പോൾ തന്നെ ആരെങ്കിലും ജെൻറ്റൈൽസ്, പ്രോസലൈറ്റ്സ്, അതായത് ഇസ്രായേൽ യഹൂദ മതാനുസാരികളാകുവാണെങ്കിൽ അവരുടെ പേര് ദൈവം ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നമുക്കതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണം റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 17-24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഇസ്രായേലിനെ ഒരു ഒലിവ് മരത്തോട് കമ്പയർ ചെയ്യുക, എന്നിട്ട് പറയുക അത് നാട്ടൊലിവായിരുന്നു, അതിലെ ചില കൊമ്പുകൾ ദൈവം ഒടിച്ചു മാറ്റേണ്ടി വന്നു, കാരണം യഹൂദരുടെ അവിശ്വാസം കാരണം. ആ സ്ഥാനത്ത് കാട്ടൊലിവിൻ്റെ ചില കൊമ്പുകൾ, അതായത് അന്യജാതിക്കാർ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ആ കാട്ടൊലിവിൻ്റെ കൊമ്പ് ദൈവം ഒടിച്ച് നാട്ടൊലിവിനോട് ഒട്ടിച്ചേർത്തിണച്ചു. പലരും പറയും ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ജെൻറ്റൈൽസ് ആണെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് ആക്കിയിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പദ്ധതിയിലേട്ടല്ല ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? അപ്പം നമുക്കതിൻ്റെ റോമർക്കെഴുതിയ ലേഖനം 11 അതിൻ്റെ നമുക്കൊരു ഈ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാമേ, 17-24 വരെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടിലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആരോടാണ് ഇത് പറയുന്നത്? ജൂവിഷ് പ്രോസലൈറ്റ്സ്, അതായത് ജെൻറ്റൈൽസ്, ജാതികളോട് പറയുക. ജാതികൾ ഇസ്രായേൽ യഹൂദ മതാനുസാരികളോട് പറയുക. എന്നിട്ട് വളരെ രസകരമായ ഒരു വാക്യമാണ് 20-ാമത്തെ വാക്യത്തിൽ. ഈ ജാതികൾ ഇതിനോട് ചേർന്നതിന് ശേഷം ഇവരെന്ത് ചെയ്യുക? ഞെളിയുക, അതായത് പ്രൈഡ് ആവുക. കണ്ടില്ലേ, ഞങ്ങളാണ്, ദൈവത്തിന് ഞങ്ങളെയാണ് കൂടുതൽ താല്പര്യം. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുക, ഞെളിയേണ്ട, അവരെ ഒടിച്ചതുപോലെ നിങ്ങൾ അവിശ്വസ്തത കാണിച്ചാൽ നിങ്ങളെയും ഒടിച്ച് കളയും. അങ്ങനത്തെ ഒരു ഡോക്ട്രിൻ, ഉപദേശമാണോ പൗലോസ് അപ്പോസ്റ്റൽ, കർത്താവ് യേശുക്രിസ്തു പൗലോസിൽ നിന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നത്? ഒരിക്കലുമല്ല, ഇല്ലേ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്ന? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം, ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗോഡ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ ആര് വേർതിരിക്കും എന്നാണ്, ആരകറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കും അകറ്റാൻ കഴിയുകയില്ല, ഇല്ലേ? മേളിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ, മരണമോ നഗ്നതയോ വാളോ, ഭാവിയിൽ വരാനുള്ളതോ ഇപ്പോഴുള്ളതോ,
ദൂതന്മാർക്കോ മരണത്തിനോ യാതൊന്നിനും നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയുകയില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഗ്രൂപ്പിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരാരാ? ജെന്റൈൽസ്. യഹൂദ പദ്ധതിയോട് ചേരുമ്പോൾ അവരുടെ പേരുകൾ ഈ ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതും. പക്ഷെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അവരത് അനുസരിച്ച് നിലനിന്നില്ല എങ്കിൽ അവരുടെ പേര് മായ്ച്ചും കളയും. Praise the Lord. നമുക്ക് അഞ്ചാമത്തെ വിഷയത്തിലേക്ക് വരാം. ഹൗ പോൾ ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ദോസ് ഹൂസ് നെയിംസ് ആർ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് ദോസ് ഹു ആർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മനസ്സിലാക്കണം, ഈ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. അതായത് രണ്ട് പദ്ധതികളും ഒരുപോലെ നിലനിൽക്കുകയാണ്. ദ കിങ്ഡം പ്രോഗ്രാമും ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഗ്രേസ് ഗോസ്പലും, ഇത് രണ്ടും ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാമത്തെ അധ്യായത്തിൽ പോലും പത്രോസ് അപ്പോസ്തലൻ കൂട്ടരും യാക്കോബും ഒക്കെ പൗലോസിനെ വിളിച്ച് കാണിക്കുക, ദാ സഹോദര, എത്ര ആയിരം യഹൂദർ വിശ്വസിക്കുന്നു, അവരെല്ലാവരും ന്യായപ്രമാണത്തിന് താല്പര്യരാണെന്ന് കാണിക്കുകയാണ്, അല്ലെ? അതേസമയം അതേ അധ്യായത്തിൽ ഇച്ചിരി മേളിലോട്ട് നമ്മൾ വായിച്ചാൽ പൗലോസിന്റെ ആ വലിയ ശുശ്രൂഷ കുറിച്ച് അവർ പ്രശംസിക്കുകയാണ്, അല്ലെ? പൗലോസ് പറയാം, എത്ര ആയിരം അന്യജാതിക്കാർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്, അല്ലെ? ഇവർ രണ്ട് ഗ്രൂപ്പും ഒരുമിച്ച് കഷ്ടം സഹിച്ചതാ. നോക്കണേ, നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 തൊട്ട് 16 വരെയുള്ള ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, യഹൂദിയയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാൻ. കാര്യം എന്താണെന്നറിയാം, പൗലോസ് അപ്പോസ്തലൻ ഇത് ലേഖനം എഴുതുന്ന ആർക്കാണ്? ബോഡി ഓഫ് ക്രൈസ്റ്റ് ചർച്ചിന്റെ അംഗങ്ങൾക്കാണ് എഴുതുന്നത്. യഹൂദർ അനേകര് പൗലോസിന്റെ കൃപയുടെ സുവിശേഷം കേട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അംഗമായവരുണ്ട്. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, യഹൂദരോടാ, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അംഗങ്ങളാണ്, അവരോട് പറയുക, നിങ്ങളങ്ങ് യഹൂദിയയിലെ സഭകളുടെ പോലെ നിങ്ങളും സ്വജാതികളാൽ കഷ്ടം അനുഭവിക്കുന്നു. അതായത് എങ്ങനെ കിങ്ഡം സെയിൻസ്, അതായത് ജുഡൈസത്തിൽ നിന്ന് കർത്താവ് മസിഹ ആണെന്ന് വിശ്വസിച്ച് പത്രോസും 12 അപ്പോസ്തലന്മാരുടെ കൂടെ യൂദായിസം വിട്ട് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന്റെ ഭാഗങ്ങളായി തീർന്നവർ എങ്ങനെ മറ്റ് യഹൂദന്മാരാൽ പീഡിക്കപ്പെടുന്നോ, അതുപോലെ ബോഡി ഓഫ് ക്രൈസ്റ്റും മറ്റ് അവിശ്വാസ യഹൂദരാൽ പീഡിക്കപ്പെടുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇത് രണ്ട് കൂട്ടരും ഒരുപോലെ യഹൂദരാൽ പീഡിക്കപ്പെട്ടു. പൗലോസ് അപ്പോസ്തലനോടൊപ്പം കിങ്ഡം സെയിൻസ്, രാജ്യത്തിന്റെ പദ്ധതിയിലെ അനേക സുവിശേഷ പ്രവർത്തകരും ഒരുമിച്ച് ജയിലിൽ കിടക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് ശുശ്രൂഷിച്ചു. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 6 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയൊരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാ? പൗലോസ് അപ്പോസ്തലനോട് കൂടെ സഹപ്രവർത്തനം ചെയ്യുന്ന രാജ്യത്തിന്റെ പദ്ധതിയുടെ അംഗങ്ങളുടെ പേരാണ്
ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ 7-ാമത്തെ വാക്യം മാത്രം ഒന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. എന്റെ ചാർച്ചക്കാരും സഹബദ്ധരായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസിന് മുന്നേ ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ഏത് പദ്ധതിയായിരുന്നു? രാജ്യത്തിന്റെ പദ്ധതി, അല്ലേ? അപ്പോൾ ഈ കൂട്ടരെല്ലാവരും ചിലർ ഇതിൽ ഫെലോ പ്രിസണേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബന്ധന്മാരായ ജയിലിൽ ഒരുമിച്ച് കിടക്കുക പൗലോസിനോടൊപ്പം. ആരാണ്? രാജ്യത്തിന്റെ പദ്ധതിയുടെ പ്രവർത്തകരും ഗ്രേസ് ഗോസ്പലിന്റെ പൗലോസ് അപ്പോസ്തലനും ഒരുമിച്ച് ജയിലിൽ കിടക്കുകയാണ്. അവർ അന്യോന്യം സഹകരിക്കുന്നു. നോക്കണ, കൊരിന്ത്യ സഭയിൽ ഈ 2 ഗ്രൂപ്പ് ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിലോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ദൈവത്താൽ അപ്രൂവ് ആയ വ്യക്തി തെളിവായി വരേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു എന്ന് എഴുതിയിരിക്കുക. 2 ഗ്രൂപ്പും ഉണ്ട്. എന്നിട്ട് പറയുക, ദ അപ്രൂവ്ഡ് വർക്ക്മാൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ അപ്രൂവ്ഡ് ആയൊരു വ്യക്തി തെളിഞ്ഞു വരണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടാകണം? ഭിന്നതകൾ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെ എന്ന് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതൊന്നും മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. അപ്പോൾ കിങ്ഡം പ്രോഗ്രാമിൽ വിളിക്കപ്പെട്ടവർ, കിങ്ഡം പ്രോഗ്രാമിൽ വേണ്ടി ദൈവം വേർതിരിച്ചവർ, അവർ പൗലോസിന്റെ കൃപയുടെ സുവിശേഷം അറിഞ്ഞതിന് ശേഷവും അവർ രാജ്യത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് തുടരുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 11:29 വരെ, ഫോർ ദ ഗിഫ്റ്റ്സ് ആൻഡ് ദ കോളിംഗ് ഓഫ് ഗോഡ് ആർ വിതൗട്ട് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരു മാനസാന്തരം കൂടാതെയാണ്. അതായത് മറ്റ് ബൈബിളുകൾ വായിച്ചാൽ എ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ, ദ ഗിഫ്റ്റ്സ് ആൻഡ് ദ കോളിംഗ് ഓഫ് ഗോഡ് ആർ can never be withdrawn. ബെറിയൻ സ്റ്റാൻഡേർഡ് ബൈബിൾ പറഞ്ഞ ഇറ്റ് ഈസ് ഇറിവോക്കബിൾ. ദൈവത്തിന്റെ വിളി cannot be withdrawn. അപ്പൊ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് ആഹാരം കഴിച്ചു, ഒരുമിച്ച് കഷ്ടം സഹിച്ചു. പക്ഷേ ആ പ്രോഗ്രാം മാറുന്നില്ല. അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവരെവിടെ വരെ കണ്ടിന്യൂ ചെയ്തു? ആ ഒരു കാലഘട്ടത്തിലുള്ളവർ, ആ വിശ്വാസികൾ, അവർ മരിച്ച് അങ്ങനെ ആ ഒരു പദ്ധതി അങ്ങ് ഫുൾ സ്റ്റോപ്പ് ആവുക. ഇനിയും വീണ്ടും കിങ്ഡം പ്രോഗ്രാം ആരംഭിക്കും ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷം. നമുക്കിനിയും പൗലോസ് എങ്ങനെയാണ് ഇവർ 2 പേരെയും അഡ്രസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു ഭാഗമാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 7 തൊട്ട് 12 വരെ ഉള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. എന്റെ സഹബദ്ധനായ അരിസ്തർക്കോസും ബർന്നബാസിന്റെ മച്ചിനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. യൂസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വളരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു വാക്യ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നോക്കണം, പൗലോസ് അപ്പോസ്തലൻ ഒനേസിമോസിനെ കുറിച്ച് പറയുകയാണ്, അവൻ നിങ്ങളിൽ ഒരുവനാണ്. ഇത് ആർക്കാണ് ഈ കൊലോസ്യർക്കെഴുതിയ ലേഖനം എഴുതുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇല്ലേ? അന്യജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും
കൃപയുടെ സുവിശേഷം കേട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായവരോട് പറയുകയാണ്. പലരുടെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒനേസിമോസും എഫഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ച പദം എന്തുവാ? അവർ നിങ്ങളിൽ ഒരുവനാണ്. അതേസമയം തിക്കിക്കോസ്, അരിസ്റ്റോക്രാസ്, ബർണബാസിന്റെ മച്ചണ്ണൻ, മർക്കോസ്, ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പരിച്ഛേദനക്കാരാണ്, അവർ സർക്കംസിഷൻകാരാണ്, അവർ രാജ്യത്തിന്റെ പദ്ധതിയിൽപ്പെട്ടവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിലെ പൗലോസ് എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? നിങ്ങളിലൊരുവൻ, മറ്റുള്ളവർ പരിച്ഛേദനക്കാരുടെ ഗ്രൂപ്പ്. ഇനിയും ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ അടുത്ത വാക്യം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:3 വാക്യം നമുക്ക് വായിക്കാം. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ നോക്കണേ, ഫിലിപ്പീൻസ് 4:3 അവിടെ എഴുതിയിരിക്കുന്നത്, ട്രൂ യോക്ക് ഫെലോ, ഹെൽപ്പ് ദോസ് വുമൻ which labored with me in the gospel, with Clement also, and with other my fellow laborers whose names are in the book of life. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മുമ്പേ നമ്മൾ വായിച്ചതുപോലെ പരിച്ഛേദനക്കാരിൽ അവരെന്നോട് കൂടെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കാര്യം പറഞ്ഞിട്ട് പറയുക, ഇവരുടെ പേര് എവിടെ ഉണ്ട്? ജീവന്റെ പുസ്തകത്തിലുണ്ട്. പൗലോസ് ഐഡന്റിഫൈ ചെയ്യുക, ഇവരാരാ? ദ കിങ്ഡം പ്രോഗ്രാം. കിങ്ഡം പ്രോഗ്രാമിലെ ആൾക്കാരും മിസ്റ്ററി പ്രോഗ്രാം, നിഗൂഢ പദ്ധതിയുടെ ആൾക്കാരും ഒരുപോലെ കഷ്ടം സഹിച്ചു, ഒരുപോലെ പ്രവർത്തിച്ചു. ഇവരിൽ പലരും ഒരുമിച്ച് ജയിലിൽ കിടന്നവരാണ്. എന്നാൽ ആ ഡിഫറൻസ് കണ്ടില്ലേ? പൗലോസ് കൊലോസർക്ക് എഴുതുമ്പോൾ പോലും മറ്റേ ആൾക്കാർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരെങ്ങനെയാ പറഞ്ഞത്? നിങ്ങളിൽ ഒരുവൻ, പരിച്ഛേദനക്കാരിൽ ചിലര്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ, ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാരുടെ പുസ്തകമാ, ആരെഴുതിയതാണ്, ഇതെവിടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, ആരുടെ പേരുകളാണ് അതിനകത്തുള്ളത്, ജാതികളുടെ പേരെങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്, അവിശ്വാസത്താലാണ് അവരുടെ പേര് മാറ്റിക്കളയുന്നത്. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് വരാം. ആർ ദ നെയിംസ് ഓഫ് ദ ബിലീവേഴ്സ് ഡ്യൂറിങ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്? ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ഇല്ല, പ്രിയമുള്ളവരെ. The name of the believers during the dispensation of grace are not written in the book of life. They are the part of the body of Christ. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നിത്യജീവൻ ഒരു പുസ്തകത്തിൽ പേരെഴുതിയത് കൊണ്ടല്ല നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് ഒരു 1000 ആണ്ട് വാഴ്ചയിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നത് കൊണ്ടല്ല. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമുക്കത് മനസ്സിലാക്കാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 12 തൊട്ട് 12, 13, 27, 3 വാക്യം നമുക്ക് വായിക്കാം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ നല്ലൊരു വചനഭാഗമാണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്ത കഴിവുകൾ, ഉത്തരവാദങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന ഒരു കാര്യം. എങ്കിലും നമ്മളെല്ലാവരും ഒരേ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ ഏക ശരീരത്തിലേക്ക് സ്നാനപ്പെടുത്തിയിരിക്കുകയാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. എഫേസ്യർക്ക് ലേഖനം 5:29-30 നമുക്ക് വായിക്കാം. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലോ. നമ്മളൊരു പുസ്തകം, ജീവന്റെ പുസ്തകത്തിലല്ല നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത്. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 12:4-5 വാക്യങ്ങൾ വായിക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. പലരായ നാം ക്രിസ്തുവിന്റെ ഒരു ശരീരമായി മാറുകയാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:18 നമുക്ക് വായിക്കാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എവിടാണ്? എല്ലാ ബിലീവേഴ്സ് ഡ്യൂറിങ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഇന്ന് യഹൂദർക്ക്, ജാതികൾക്ക് ഒരു വ്യത്യാസമില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, രക്ഷയുടെ മാർഗം. അതാണ് കൃപയുടെ സുവിശേഷം. പൗലോസ് അപ്പോസ്തലന് കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ച സുവിശേഷം. ഇത് പൗലോസ് അപ്പോസ്തലൻ അല്ല അടിസ്ഥാനം, ക്രിസ്തുവാണ് അടിസ്ഥാനം. പൗലോസ് അപ്പോസ്തലൻ അല്ല രക്ഷകൻ, യേശു ക്രിസ്തുവാണ് രക്ഷകൻ. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ്, അല്ലേ? അടുത്തത്, വിൽ ഗോഡ് ബ്ലോട്ട് ഔട്ട് യുവർ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ്? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ മാറ്റിക്കളയുമോ? നമുക്ക് ഓടിച്ച് ചില വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:5. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റ് പറയും. അപ്പൊ സർദീസ് സഭയോട് പറയുക, അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക, ജയിക്കുന്നവന്റെ പേര് മായ്ച്ചു കളയത്തില്ല. പരാജയപ്പെട്ടാൽ അവരുടെ പേരെന്ത് ചെയ്യും? മായ്ച്ചു കളയും. ഇത് തന്നെയാണ് റോമർക്കെഴുതിയ ലേഖനം 11-ാം നമ്മൾ വായിച്ചത്. അന്യജാതികൾ കാട്ടൊലിവിനെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു. പക്ഷെ അവരും ഞെളിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം അതിനെ വെട്ടിയൊടിച്ച് ദൂരക്കളയും, തീയിലിടുന്ന എഴുതിയിരിക്കുന്നത്, അല്ലേ? വെളിപ്പാട് പുസ്തകം 22:19 വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം എന്താണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. കണ്ടോ? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പേരുടെ അംശം, അവരുടെ അവകാശം എവിടാണ്? അവരുടെ അംശം എവിടാ? വിശുദ്ധ നഗരത്തിലും ജീവവൃക്ഷത്തിലുമാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അവകാശം അവിടാണോ? അല്ല. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ 2 കൊരിന്ത്യർ 5:1 എഴുതിയിരിക്കുന്നത് എന്തോ? നമ്മുടെ ഈ മൺമയമാകുന്ന കൂടാരം അഴിഞ്ഞു പോയാൽ നമുക്ക് വാടാത്ത നിത്യപാർപ്പിടം സ്വർഗത്തിലുണ്ട്. നമുക്കൊന്ന് വായിച്ച്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടാണ് നമ്മുടെ നിത്യപാർപ്പിടം? ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സ്വർഗത്തിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ മടങ്ങി വരുന്നില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-3 വാക്യം പറയുന്നത്, ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹൂ ഹാസ് ബ്ലെസ്ഡ് us with all spiritual blessings in heavenly places in Christ. സ്വർഗീയ സ്ഥലങ്ങളിൽ ഉള്ള സകല ആത്മീകമായ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവം, അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. ഇനിയും ഈ ജീവന്റെ പുസ്തകത്തെ കുറിച്ച് അതിന്റെ റോൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു.
ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. Praise the Lord. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോക്കണേ, പലർ പറയും 1000 ആണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റി ടൈമിനെയാണ് കാണിക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോക്കണേ, 1000 ആണ്ട് ആരംഭിക്കുന്നു, 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം, അങ്ങനല്ലേ? അപ്പോൾ ഇവിടെ ക്വാളിറ്റി അത് നല്ലൊരു ടൈം തന്നെയാണ്, പക്ഷേ ഇവിടെ ആക്ച്വലി ക്വാണ്ടിറ്റിയാണ്. കറക്റ്റ് 1000 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മില്ലീനിയം ഉണ്ട്, സഹസ്രാബ്ദ വാഴ്ച ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒലിവ് മലയിൽ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കുന്ന കാര്യമാണ്. മഹോപദ്രവകാലത്തിലും പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയാണ്, ഇല്ലേ? രക്തസാക്ഷികളായവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിനാണ് ആദ്യത്തെ റിസറക്ഷൻ, ദ ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ റിസറക്ഷനിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ പദവി എന്തുവാ? 6-ാമത്തെ വാക്യം പറയുന്നത്, ബട്ട് ദേ ഷാൽ ബി പ്രീസ്റ്റ്സ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഷാൽ റെയിൻ വിത്ത് ഹിം 1000 years. കർത്താവായ യേശുക്രിസ്തു ഒലിവ്മലയിൽ വരുന്ന ആ വരവെങ്കിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. അവരെല്ലാവരും യഹൂദരും പിന്നെ യഹൂദ മതാനുസാരികളും, അന്ത്യം വരെയും നിലനിന്ന യഹൂദ മതാനുസാരികളും 7 വർഷത്തെ മഹോപദ്രവകാലത്തിലെ രക്തസാക്ഷികളായവരുമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവരാണ് കർത്താവിന്റെ പുരോഹിത വർഗം. ബോഡി ഓഫ് ക്രൈസ്റ്റ് അങ്ങനല്ല, അല്ലെ? അവരാണ് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച വാഴാൻ പോകുന്നത്. നമുക്ക് മുൻപോട്ട് വായിക്കാം, 7 തൊട്ട് 15 വരെ വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മൾ വായിച്ചു കേട്ട് വെളിപ്പാട് 20-ാമത്തെ അധ്യായമാണ് മുഴുവൻ വായിച്ച്. അപ്പൊ ഇവിടുന്ന് 7 തൊട്ട് 15 വരെയുള്ള ഭാഗം 1000 ആണ്ട് വർഷം 1000 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടമാണ്. അവിടെ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി സാത്താനെ എന്ത് ചെയ്യും? അഴിച്ചുവിടുന്നതായിരിക്കും. അവൻ ലോകക്കാരെയൊക്കെ വഞ്ചിച്ച് ദൈവത്തിനെതിരെ ഒരു യുദ്ധത്തിനായിട്ട് കൊണ്ടുവരും. അതിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. And the devil that deceived them was cast into the lake of fire and brimstone, where the beast and the false prophet are. കണ്ട, അവര് കർത്താവിന്റെ രണ്ടാം വരവെങ്കിലാണ് വീണുപോയ ദൂതന്മാരുടെ ഒലിവ്മലയിൽ വരുന്ന ആ വരവിലാണ് വീണുപോയ ദൂതന്മാരുടെ ന്യായവിധിയും
കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും തീപ്പൊയിലേക്ക് ഇടുകയാണ്. 1000 വർഷം കഴിഞ്ഞ് സാത്താനെ അഴിച്ചുവിട്ട് ആ വെള്ളസിംഹാസനത്തിന്റെ ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ പിശാചിനെ തീപ്പൊയിലേക്ക് ഇടുമ്പോൾ അവരിപ്പോഴും ആരാ? ആ വീണുപോയ ദൂതന്മാരും ആന്റൈ ക്രൈസ്റ്റും കള്ളപ്രവാചകനും ആ തീയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. വേദന അനുഭവിച്ച് കിടക്കുകയാണ്. അതായത് അവർ കത്തിയേരും ചാമ്പലായി തീരുന്നില്ല. അവരുടെ കഷ്ടകം എന്താ? പീഡനം എന്നേക്കുമുള്ള പീഡനമാണ് അല്ലേ? അടുത്തത്, ഈ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ആ ഒരു ജഡ്ജ്മെന്റ്, അവിടാണ് 2 പുസ്തകങ്ങൾ തുറക്കുകയാണ് അല്ലേ? പുസ്തകങ്ങൾ തുറന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ ബഹുവചനത്തിലുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒറ്റ പുസ്തകം. തിരുവചനത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം. ആ ബൈബിൾ തുറക്കപ്പെടുന്നു. മറ്റൊരു പുസ്തകം കൂടെ തുറക്കും. അതേതാ? ജീവന്റെ പുസ്തകം. ഈ വെള്ളസിംഹാസനത്തിന്റെ ജഡ്ജ്മെന്റ്, ന്യായവിധിയിൽ 2 കൂട്ടർ ആൾക്കാരാണ് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം നമുക്കൊന്ന് വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശവക്കുഴിയിൽ കല്ലറയിൽ ഉള്ളവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും എഴുന്നേൽക്കും. ചിലർ നിത്യ ജീവനക്കായി, ചിലർ നിത്യ ശിക്ഷാവധിക്കായിട്ട് എഴുന്നേൽക്കും. യോഹന്നാൻ സുവിശേഷം 5:28-29 വരെയുള്ള വാക്യമാണ് നമ്മൾ ആ ഭാഗം നമ്മൾ വായിച്ചാൽ മതി. അപ്പൊ 2 കൂട്ടം ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. ഏതാണ് ആൾക്കാർ ഇവിടെ ഉയർത്തെഴുന്നേറ്റിട്ട് നിത്യജീവനായി എഴുന്നേൽക്കുന്നത്? നമുക്ക് ആ യോഹന്നാൻ 5:28-29 നാം വായിച്ചു കേൾക്കാം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ആ ഉയർപ്പ് എപ്പോഴാണ് നടക്കുന്നത്? വെള്ളസിംഹാസനത്തിന് സമയത്താണ് അല്ലേ? അപ്പോൾ ആരാണ് ഈ 1000 ആണ്ട് വാഴ്ചയിലും അനേക ജാതികൾ, യഹൂദർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരാണ് ഉയർത്തെഴുന്നേറ്റ് നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നത്. അതേസമയം ഈ 1000 ആണ്ടിൽ അവിശ്വാസികളായി മരിക്കുന്നവർ, അപ്പോൾ തന്നെ ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയും ഉള്ള മനുഷ്യ ചരിത്രത്തിലുള്ള എല്ലാ അവിശ്വാസികളും ആ സമയത്ത് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അവരെ എങ്ങനെയാണ് ന്യായം വിധിച്ചത്? അക്കോർഡിംഗ് ടു ദെയർ വർക്ക്സ്, അവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നമ്മളെ പ്രവൃത്തി കൂടാതാണ് ദൈവം നീതീകരിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നവരുടെ പ്രവൃത്തി അനുസരിച്ചുള്ള ജഡ്ജ്മെന്റാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബുക്ക് ഓഫ് ലൈഫിലുണ്ടോ? ഇല്ല. നമുക്ക് മുൻപോട്ട് വായിക്കുമ്പോൾ ആ പുസ്തകം അതിന്റെ 15-ാമത്തെ വാക്യം 2-ാം മരണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാവരും തീപ്പൊയിലേക്ക് ഇടുകയാണ്. എറ്റേർണൽ സെപ്പറേഷൻ, എറ്റേർണൽ ടോർമെന്റ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ പേരൊരിക്കലും മായ്ക്കത്തില്ല, കാരണം നമ്മുടെ പേര് അതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകും, തന്റെ അംഗങ്ങളാണ്. ആകയാൽ നാം എന്ത് ചെയ്യണം? കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:15 നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടു മരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. ഭയമല്ല, ഭയത്തിന്റെ ആത്മാവല്ല,
ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, ഇല്ലേ? ആൻഡ് ഫോർ ദിസ് യു വർ കോൾഡ് ആസ് മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി ആൻഡ് ബി താങ്ക്ഫുൾ. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഒരു ശരീരം, ക്രിസ്തുവിന്റെ ഒരു ശരീരത്തിന്റെ അംഗങ്ങളായി നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായി നമുക്ക് തീരാം. കർത്താവ് നമുക്ക് വേണ്ടി എത്ര